സതീർത്യോ 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 കേട്ടോ എല്ലാരും ഓടണം ഞാനുണ്ട് against him. Now remember that he has been taken into custody from a hotel in Palakkad at midnight on Saturday and has been taken to the AR camp. Important to understand that following interrogation, the MLA will be produced before the magistrate. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? കഴപ്പ്. Patel has been remanded with judicial custody for 14 days. He will be shifted to Madalikara sub-jail is what we are understanding at this point of time with the reports coming in. The crime branch team arrested him, remember, in connection with a rape case. This is the third case on a... ചെറുവാലും വിടാത്ത കുട്ടികളെ കളിച്ചു കൊടുക്കാൻ കൂടെ എന്നുള്ള അംഗം പന്തിപ്പഴി കണ്ടപ്പോഴേക്ക് പല്ലിയൊക്കെ വെച്ച് വെച്ചാൽ പഠിപ്പെങ്കിൽ അതിലെ മക്കളെ എങ്ങൾക്ക് ജാമ്യമില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ ജാമ്യമില്ല. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. സെഷൻസ് കോടതിയെ സമീപിക്കാൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഏറെ കൗതുകകരമായ കാര്യം, എപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സധൈര്യം പുറത്തു വരികയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത ഷാഫി പറമ്പിൽ എവിടെയാണ്? പാലക്കാട് ജനപ്രതിനിധിയായിരുന്നു ഷാഫി. ഷാഫിയുടെ പിൻഗാമിയായി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഷാഫിക്കാണ്. രാമലക്ഷ്മണന്മാരെ പോലെ എപ്പോഴും സന്തത സഹചാരികളായി വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും അവരുടെ സൗഹൃദത്തെ പോലും ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വരണ്ടെന്ന് വിചാരിച്ചാണ്. ഒരുത്തൻ 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവും? ഇതൊന്നും കാണാനുള്ള മാനസികമായിട്ടുള്ള ഒരു കരുത്ത് എനിക്കില്ലാത്തത് കൊണ്ട് ഇവിടെ വരണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന് എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ. രാഹുലിനെതിരായിട്ടുള്ള പരാതി ഒന്നല്ല, പല പരാതികളുണ്ട്. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാര് പരാതി കൊടുത്തു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ചിലരുടെ പെൺമക്കള് പരാതി കൊടുത്തു. ചിലരെ കുറിച്ച് നേതാക്കന്മാർ തന്നെ കെട്ടിപ്പിടിക്കൊല്ലടാ. ഓ എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ കുറച്ച് ചവിട്ടിയമ്പ ചെന്നാണ്ടല്ല. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല, CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമി എങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ 3 അക്ഷര ബോർഡ് വെച്ച ഈ ഇന്നത്തോടെ നീയായിട്ടുള്ള പൊറുതി മതിയാക്കി കൂടും കുടുക്കേണ്ടത് സ്ഥലം വിട്ടുള്ള എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങൾക്ക് ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാർ, അടുത്ത ക്ലിപ്പില് കുറച്ചുകൂടി മസാല കൂടുതലാണ്. പ്ലേ ചെയ്യാമോ? വേണോ? എത്ര ഊളയായാലും എത്ര കുഴപ്പക്കാരനായാലും അത് അയാളുടെ പ്രൈവസിയുടെ കാര്യം. ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് 10-200 പോലീസുകാർ കാവൽ നിൽക്കുക. ഇവർക്ക് നാണമില്ല. ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ? ഒരു മാന്യത മര്യാദയും വേണ്ടേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പെണ്ണിന്റെ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിന് അതൊന്ന് ടിഷ്യൂ എടുക്കുന്ന പോലെ ഒരെണ്ണം എടുക്കുമ്പോ അടുത്തേ വരും. അങ്ങനത്തെ വിത്താണ് ഇവൻ. ബലാത്സംഗ കേസിലെ പ്രതികളെ എത്തിരിക്കുന്നത്. അതല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുലിന് ഈ കുണുവാവിന് പേരിട്ടതാണ്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കരം പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല.